വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ്, അതായത് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീമിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 20 എണ്ണ ഉണ്ട് കേട്ടോ. 20 എണ്ണ ബിസ്ക്കറ്റാണ്, അതായത് ഏകദേശം 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്രീമാണ്. ഇത് ഞാൻ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്, പക്ഷേ ഡാർക്ക് കൊക്കോ പൗഡർ അല്ല, ലൈറ്റ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഡാർക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ലൈറ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ്സ് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 എണ്ണം മാറ്റി വയ്ക്കുക, ബാക്കി 15 എണ്ണം പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ആ 5 എണ്ണം മാറ്റി വെച്ച് ബാക്കിയുള്ളത് ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. ഇങ്ങനെ നൈസായിട്ട് പൊടിച്ച് കിട്ടും. നമ്മൾ അതിന് ക്രീമൊന്നും മാറ്റി വെക്കേണ്ട, ഒന്നിച്ച് പൊടിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നതിന് പകരം വിപ്പിംഗ് പൗഡർ തണുത്ത പാല് ചേർത്തിട്ട് മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്ത് എടുക്കുന്നില്ല ബീറ്റർ വെച്ചിട്ട്, കാരണം ഇങ്ങനെയാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഓറിയോ ബിസ്ക്കറ്റ്സൊക്കെ കടിക്കുമ്പം. അപ്പോൾ ഞാൻ ഇത്തിരി ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഞാനിതിൽ ലൈറ്റ് കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സിറപ്പ് ചേർത്തത്. ഇനി നമ്മൾ മാറ്റി വെച്ച 5 ഓറിയോ ബിസ്ക്കറ്റ്സ് ഇതുപോലെ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ, പീനട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ റഫായിട്ട് പീസാക്കി എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്, ഫൈൻ ചെറിയ പൊടിയാക്കിയിട്ടൊന്നുമല്ല, കാരണം അത് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഐസ്ക്രീം നമുക്ക് ക്രീമിൻ്റെ മിക്സ് മാറ്റിയിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഗ്ലാസ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെച്ചത്, ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇതൊരു 6 മണിക്കൂറാണ് ഞാൻ വെച്ചത്. ഒരു ദിവസം നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് പകലെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കൂപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.